Hi, hello and welcome to IAS Factor. നമ്മൾ ഇന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ വെൽക്കം ടു ടുഡേയ്സ് സെഷൻ ആൻഡ് October 14th 2024 ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡൽഹി എഡിഷൻ ആണ്. സോ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഏതൊക്കെയാണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്യാം. സോ ഇതിനകത്തുനിന്ന് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഇസ് ദി ഇസ്രേലി ടാങ്ക്. ഇത് ഇന്നൊരു പുതിയ വാർത്തയല്ല, കാരണം ഇവിടെ തന്നെ നിങ്ങൾക്ക് ന്യൂസ് നമുക്ക് ഈ ഒരു ഇഷ്യൂ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇസ്രായേലും ഇതിൻ്റെ ഒരു ഇന്റർനാഷണൽ റിലേഷൻ ആസ്പെക്റ്റും കൂടെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ എളുപ്പമാണ്. അതായത് ഇവിടെ ഓൾറെഡി UN ഒരു സൈഡിലുണ്ട്, അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ വി ഹാവ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലും UN തമ്മിൽ ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ട്. കാരണം UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ സ്റ്റാറ്റസ് പോലും പെർസോണ നോൺ ഗ്രാറ്റ, അതായത് പെർസോണ നോൺ ഗ്രാറ്റ എന്ന് പറഞ്ഞ് അൺവെൽക്കം ഗസ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇസ്രായേലും UN തമ്മിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ഇസ്രായേൽ UN സെക്രട്ടറി ജനറലിനെ ബാൻ ചെയ്തു. സോ ഇതാണ് ഇതിന്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. സെക്രട്ടറി ജനറലിനെ ബാൻ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ UN ഓപ്പറേറ്റ് ചെയ്യുന്നത്, കാരണം UN യൂണിലാറ്ററൽ ആയിട്ട് ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ എഗൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും UN കൃത്യമായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിനെതിരെയാണ് എപ്പോഴും ഇത് വരുന്നത്. സോ അതിനെതിരെ ബാൻ ചെയ്തപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ കോൾഡ് യൂണിഫിൽ. എന്താണ് യൂണിഫിൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് യൂണിഫിൽ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഇതിനകത്ത് യൂണിഫിലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് നമുക്ക് പറയാൻ പറ്റും, കാരണം ഇതിന് ഇന്ത്യയും ഇൻവോൾവ് ആണ്. യൂണിഫിൽ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, യുണൈറ്റഡ് നേഷൻസ് ഇന്ററിം ഫോഴ്സ് ഇൻ ലെബനൻ. അപ്പൊ ഇവിടെ സംഭവിച്ചത് വേറൊന്നുമല്ല, ഇസ്രായേലി ടാങ്ക്സ് യുഎന്റെ യൂണിഫിൽ ഓഫീസ്, ലെബനനിലുള്ള യൂണിഫിൽ ഓഫീസിൽ അറ്റാക്ക് നടത്തി. അവിടെ കംപ്ലീറ്റ്ലി ടാങ്ക് കൊണ്ടുവന്ന് ഗേറ്റ് ഒക്കെ ബ്ലാസ്റ്റ് ചെയ്ത് തകർത്തു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഏതാണ്ട് 34ഓളം രാജ്യങ്ങൾ യൂണിഫിലിലേക്ക് ഫോഴ്സസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ യൂണിഫിൽ എന്ന് പറയുന്നത് UN അങ്ങനെ പ്രത്യേകിച്ച് ആർമി ഒന്നും ഇല്ലല്ലോ. UN ആർമി ഉണ്ടോ? നമ്മൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ സപ്പോർട്ട് ഫോഴ്സസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് നോർമലി. സോ ഇന്ത്യ യൂണിഫിലിലെ തേർഡ് ലാർജസ്റ്റ് സോൾജേഴ്സിനെയും സെക്യൂരിറ്റി പേഴ്സണൽസിനെയും ഇന്ത്യയാണ് കൊടുത്തിരിക്കുന്നത്. യൂണിഫിൽ എന്ന് പറയുന്നത് ഇതേപോലത്തെ UN മിഷൻസിൽ. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കുക, ഇന്ത്യൻ UN മിഷനും it's very important in many regard because India is a very supportive country, especially when it comes to United Nations. ഒരുപാട് ആൾക്കാരെ കൊടുക്കാറുമുണ്ട്. അപ്പോൾ ഇപ്പോൾ യൂണിഫിലിന്റെ തേർഡ് ലാർജസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ഏകദേശം 903 ഓഫീസേഴ്സ് അല്ലെങ്കിൽ 903 സെക്യൂരിറ്റി സോൾജേഴ്സിന് ഇന്ത്യ യൂണിഫിലിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഫൈനലി ഇസ്രായേലിനെതിരെ പിന്നീട് സംസാരിച്ചു, കാരണം ഇങ്ങനെ ഒരു രാജ്യം UN-എതിരെ കംപ്ലീറ്റ്ലി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അവിടുത്തെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹു മെസ്സേജ് അയച്ചിരുന്നു. സോ ഇതാണ് ഇന്നത്തെ മെയിൻ ഇന്റർനാഷണൽ ഇഷ്യൂ ആണ്. ഇന്ന് നമ്മൾ ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതാണ് അതിന്റെ സ്റ്റോറി ലൈൻ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഇതിൽ. പിന്നെ ഉള്ളതെല്ലാം ഇന്നത്തെ പേപ്പറിൽ നാഷണൽ ന്യൂസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു മേജർ പാർട്ട് വഹിക്കുന്നത് ഇതിന്റെ ബാബ സിദ്ദിഖിയുടെ മുംബൈയിൽ നടന്ന അറ്റാക്കാണ്. ബിക്കോസ് അവിടുത്തെ ഫോമർ മഹാരാഷ്ട്ര മിനിസ്റ്റർ ബാബ സിദ്ദിഖിയുടെ മർഡർ, ആ ഷൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആരൊക്കെയാണ് ഇതിനകത്ത് അറസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതാണ് ഇതിന്റെ കംപ്ലീറ്റ് ഇന്നത്തെ നാഷണൽ ന്യൂസിലും മേജർ ആയിട്ട്. ഇത് ഭയങ്കര ഷോക്കിംഗ് ആണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പോലും പറയുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ഫോമർ മിനിസ്റ്ററിനെ ഒക്കെ ഇത്രയും ബ്ലേറ്റന്റ് ആയിട്ട് കൊല്ലാൻ പറ്റുമോ, അസാസിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന്റെ മേജർ ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പൊളിറ്റിക്കൽ വാർത്തകളല്ലാണ്ട് പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്, എലിഫൻസ്. ഇത് ഒരു ചെറിയ രസകരമായിട്ടൊരു പടമാണെങ്കിലും ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള UPSCക്ക് പ്രിലിംസിന് ആവശ്യമുള്ള കാസിരംഗ നാഷണൽ പാർക്ക്. എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക് എന്ന ന്യൂസ്? സോ എലിഫന്റ് സഫാരിക്ക് വേണ്ടി പോകുന്നതാണ്. അവിടുത്തെ ഫോറസ്റ്റ് ക്യാമ്പിന്റെ പാർക്സ് ബഗോറി റേഞ്ചിൽ കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് നോക്കുമ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ വാട്ട് ഡു യു മീൻ ബൈ ദ പാക്കിഡേംസ്? ഈ വാക്ക് എവിടെയെങ്കിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെ വാട്ട് യു മീൻ ബൈ ദ വേർഡ് പാക്കിഡേംസ്? ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വളരെ തിക്ക് സ്കിന്നുള്ള ആനിമൽ എന്നാണ് അർത്ഥം. അതായത് ഭയങ്കര ഹൂഫൊക്കെ ഉള്ള മാമൽസിനെയാണ്, അതായത് വളരെ തിക്ക് സ്കിൻ, ദേ ആർ ബേസിക്കലി വിത്ത് തിക്ക് സ്കിൻഡ്, വളരെ തിക്ക് സ്കിന്നുള്ള ആനിമൽസിനെയാണ് പാക്കിഡേംസ്. ഇപ്പോൾ പൊതുവേ നമുക്ക് എലിഫൻസിനെ വേണമെങ്കിൽ ഇതിൽ കാറ്റഗറൈസ് ചെയ്യാം. അതേപോലെ റൈനോസറസ്,
അതേപോലെ ഹിപ്പോപ്പൊട്ടാമസ്, ഹിപ്പോ, ഇതൊക്കെ പാക്കിഡേംസ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നാളെ പ്രിലിംസിനൊക്കെ വല്ല പാക്കിഡേംസ് എന്നെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതെന്താണെന്ന് തോന്നാതിരിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇനി അടുത്തത് അതിൻ്റെ മേജറായിട്ടുള്ള സിറ്റി കഴിഞ്ഞ പിന്നെ മേജറായിട്ടുള്ള സ്റ്റേറ്റ്സിനെ കുറിച്ച് തന്നെയാണ് നമ്മുടെ മേജർ വാർത്തകൾ നമ്മൾ എടുക്കേണ്ടത്. സോ സ്റ്റേറ്റ്സിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അഗെയിൻ ഗർഭ ഇവൻറ്റിനെ കുറിച്ച് വരുന്നു. ഞാൻ ഇത് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളടുത്ത് പറയുന്നത്, ഇങ്ങനത്തെ ഇവൻറ്റ്സ് വരുമ്പോൾ വാട്ട് ഈസ് ഗർഭ, വാട്ട് ഈസ് ഇന്ത്യയുടെ ഡാൻസ് ഫോംസ്, പ്രത്യേകിച്ച് ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടി ഡാൻസ് ഫോംസ്, ഗർഭ എന്താണ്, അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. സോ നോ അബൌട്ട് ദിസ്. സോ ദാറ്റ് ഈസ് ഓൾ റിഗാർഡിംഗ് ഗർഭ ഡാൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ഈ കണ്ടോ ഇതിൽ വന്ന് ബാബാ സിദ്ദിഖിയുടെ മർഡർ കേസിൽ ഇപ്പോൾ മുംബൈ മാത്രമല്ല ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ വിങ്ങും സ്പെഷ്യൽ സെൽ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയൊരു കോളിളക്കം ഉള്ളൊരു ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ, വെൻ ദർ ഇസ് എ വെരി കോൺട്രവേഴ്ഷ്യൽ മർഡർ യു ഹാവ് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ സെക്യൂരിറ്റി ഫോഴ്സസ്, ദ ബെസ്റ്റ് സെക്യൂരിറ്റി ഫോഴ്സസ് ഡെലിഗേറ്റഡ് ടു ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഇവിടെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ പിന്നെയുള്ളത് നമുക്ക് ഇതൊരു രസകരമായ ആർട്ടിക്കിളാണ്, പക്ഷേ ഇതിനകത്തൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിൾ ഉണ്ട്. നമുക്ക് പഠിക്കാനുള്ള ഒരു ആംഗിൾ എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ പുതിയ ജമ്മു കാശ്മീർ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ളയുടെ അടുത്ത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു ഹാഫ് സ്റ്റേറ്റ് നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാമെന്നില്ലേ. സോ ഇതൊരു തമാശയാണോ അല്ലെങ്കിൽ കളിയാക്കിയതാണോ? കാരണം ഇത് നമ്മൾ എടുത്തു പറയേണ്ടത് ഇറ്റ്സ് ഓൾസോ എൻ ഇമ്പോർട്ടൻറ്റ്. ഡൽഹി വേഴ്സസ് JNK. ജമ്മു കാശ്മീർ മുമ്പ് സ്റ്റേറ്റ് ആയിരുന്നു, പിന്നീട് യൂണിയൻ ടെറിട്ടറി ആക്കി. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി 370 എടുത്ത് കളഞ്ഞു. അതേപോലെ പ്രസിഡൻസ് റൂളിലായിരുന്നു, ആക്ച്വലി ജമ്മു കാശ്മീർ പ്രസിഡൻസ് റൂളിലായിരുന്നു, ഇപ്പോഴാണ് അത് വിഡ്രോ ചെയ്തത്. അപ്പോൾ പുതിയ ഗവൺമെന്റ് ഫോം ചെയ്യപ്പോഴാണ് അത് മാറുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹാഫ് സ്റ്റേറ്റ് നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡൽഹിക്കും ഒരുപാട് പവേഴ്സ് ഇല്ലല്ലോ. കാരണം ഡൽഹിയിലും ഒരുപാട് മേജർ പവേഴ്സ് എല്ലാം ലെഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലാണ്. ഡൽഹി ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ആയതുകൊണ്ടും ലെഫ്റ്റനന്റ് ഗവർണർ ഭയങ്കര പവർഫുൾ ആണ്. അവിടെ ഇപ്പോൾ ഒരു ഹോം അഫയേഴ്സ് ഇല്ല, പോലീസ് ഇല്ല, പ്രധാനപ്പെട്ട ലാൻഡ് ഇല്ല, അങ്ങനത്തെ കുറെ വകുപ്പുകൾ അവിടെ അവർക്കില്ല. അതേപോലെ ഇവിടെയും ഹാഫ് സ്റ്റേറ്റ് തന്നെ അല്ലേ. ഇനി എന്തെങ്കിലും നിങ്ങൾ ജമ്മു കാശ്മീരിനെ പിന്നെയും സ്റ്റേറ്റ് ആക്കി മാറ്റബിളല്ലേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലം ഹാഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പവേഴ്സ് മൊത്തം ലെഫ്റ്റനന്റ് ഗവർണറുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ചീഫ് മിനിസ്റ്ററിന് പ്രത്യേകിച്ച് പവർ ഒന്നുമില്ല. ഒരു തമാശയായിട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അതിനകത്ത് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആംഗിളും കൂടെ മനസ്സിലാക്കുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആൻഡ് പിന്നെയുള്ള പ്രധാനപ്പെട്ട വാർത്ത നമുക്കിത് എടുത്ത് നോക്കേണ്ടത്, NGO should be roped in to deal with the Bangladeshi infiltration to Santal Pargana, says NCST. അപ്പോൾ എന്താണ് ഈ NCST എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ് ആണ്. സോ NCST എന്ന് പറയുമ്പോൾ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് റിപ്പോർട്ടാണ്. അപ്പോൾ ഇതും ഒരു പ്രിലിംസ് ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഷുഡ് ബി നോയിങ് എന്താണ് നാഷണൽ NCST. Which of the following statement regarding NCST are correct? Number 1, it is a constitutional body. True or false? ഇതിന്റെ മേജർ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഫോമർ റിട്ടയർഡ് സുപ്രീം കോർട്ട് ജഡ്ജാണ്. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഈ കമ്മിറ്റി ഹെഡ് ചെയ്യുന്ന ആള് ഷുഡ് ഡെഫിനറ്റ്ലി ദ ഫോമർ ജഡ്ജ് ഷുഡ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പവറിനെ കുറിച്ചിട്ടായിരിക്കും അടുത്തൊരു സാധനം വരുന്നത്. ചോദ്യം എങ്ങനെ വേണം ഉണ്ടാക്കാം. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സോ NCST നാഷണൽ കമ്മീഷൻ ഓൺ ഷെഡ്യൂൾ ട്രൈബ് എന്താണെന്ന് നോക്കണം. ഈ പ്രത്യേക കേസിൽ എടുത്തു പറയേണ്ടത്, ഈ ഒരു സ്പെസിഫിക് കേസിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ജാർഖണ്ഡിനെ കുറിച്ചിട്ടാണ് ഇത് എടുത്തു പറയുന്നത്. ജാർഖണ്ഡിലെ പ്രശ്നങ്ങളാണ് പറയുന്നത്. ജാർഖണ്ഡിൽ വലിയ രീതിയിൽ ബാംഗ്ലാദേശി ഇൻഫിൽട്രേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ജാർഖണ്ഡിലെ സാധാരണയായിട്ടുള്ള ഷെഡ്യൂൾ ട്രൈബ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബാംഗ്ലാദേശിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ മൈഗ്രൻസ് ആയിട്ട് ഇല്ലീഗലി താമസിക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ഈ റിപ്പോർട്ട് പറയുന്നതാണ്, ഇവർക്ക് ഷെഡ്യൂൾ ട്രൈബ്സിന് കിട്ടേണ്ട ഒരുപാട് ഗവൺമെന്റ് സ്കീംസ് അല്ലെങ്കിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ, ഓൾ ഓഫ് ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ടു ദ ഇല്ലീഗൽ ബാംഗ്ലാദേശി മൈഗ്രൻസ്. ആൻഡ് അവരുടെ ലാൻഡ്, ഇപ്പൊ ജോഹർ ലാൻഡ് എന്നൊക്കെ പറയുന്ന അവരുടെ തന്നെ ട്രൈബൽസിന് തന്നെ ലാൻഡ് ഒക്കെ ബാംഗ്ലാദേശുകാർ അല്ലെങ്കിൽ ഇല്ലീഗൽ ബാംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാർ മുസ്ലിം സെമിത്തേരിയൊക്കെ ആക്കി മാറ്റി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കുറെ ഒരു വലിയൊരു ഫ്ലോ വന്നു പോയത്, ആദിവാസി നോൺ ആസ് സേക്രഡ് ലാൻഡ് ഓഫ് ആദിവാസീസ് എന്ന് പറയുന്ന പേരാണ് ജോഹർ സ്ഥാൻ. ജാർഖണ്ഡിൽ പറയുന്നതാണ്, അവിടെ ഒരുപാട് ട്രൈബൽ ഏരിയ ഉള്ളതാണ്. സോ അതിൽ പറയുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക്, ഈ റിപ്പോർട്ടിൽ വന്നൊരു ചെറിയ മിസ്റ്റേക്ക് വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇല്ലീഗൽ ബാംഗ്ലാദേശുകാർ ഇതിനകത്ത് കയറുന്നുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം
The Pakur district of Jharkhand shares its border with Bangladesh. ഇത് ഒരു ചെറിയ ഒരു അബദ്ധമായി പോയി. കാരണം റിപ്പോർട്ടിൽ വന്നതാണ്, അതായത് നാഷണൽ കമ്മീഷൻ ഓഫ് എസ് ടി റിപ്പോർട്ടിൽ വരെ വന്നതാണ്. അവിടുത്തെ പക്കൂർ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് ബാംഗ്ലാദേശ് ആയിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരുപാട് ഇല്ലീഗൽ ബാംഗ്ലാദേശുകാർ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ജാർഖണ്ഡ് ഹാസ് നോ ഇന്റർനാഷണൽ ബോർഡേഴ്സ് അറ്റ് ഓൾ. പക്കൂർ ഡിസ്ട്രിക്ട് വെസ്റ്റ് ബംഗാളിന്റെ അടുത്താണ് ബോർഡർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതും ഒരു ചോദ്യമായിട്ട് ഞാൻ പറയാണ്, ജാർഖണ്ഡിന്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ UPSCക്ക് ഒരു പ്രിലിംസ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബോർഡേഴ്സ് ഓഫ് ജാർഖണ്ഡ് സ്റ്റേറ്റ്? ഇപ്പൊ പെട്ടെന്ന് ബീഹാർ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം ഉണ്ടോ? കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ അസാം, ഏത് സ്ഥലത്താണ് ജാർഖണ്ഡ് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാർത്തയായിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് കാണാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ്. പിന്നെ ഇന്നും കുറെ ആർട്ടിക്കിൾസ് എല്ലാം പഴയ പ്രൊഫസർ GN സായിബാബയെ കുറിച്ചിട്ട് ഒരുപാട് JNUയിൽ വെച്ച ആൾക്കാരൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഹി വാസ് എ ചാമ്പ്യൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അദ്ദേഹം ദളിറ്റ്സിന് വേണ്ടിയും ആദിവാസീസിന് വേണ്ടിയും ഷെഡ്യൂൾ കാസ്റ്റിന് വേണ്ടിയും അതേപോലെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് വാദിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ അദ്ദേഹം മാവോയിസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട കുറെ കേസിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത്. വേജിങ് വാർ അഗൈൻസ്റ്റ് ഇന്ത്യ, അങ്ങനത്തെ കണ്ടീഷനിങ് ഒക്കെ ഉണ്ട്. സോ പിന്നെയും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫൈറ്റ് അഗെയിൻസ്റ്റ് ഉവാപ്പ. എന്താണ് ഉവാപ്പ? ഇതിനകത്ത് എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഉവാപ്പ. അൺലോഫുൾ പ്രിവെൻഷൻ ആക്ടിവിറ്റി ഇതുള്ള രീതിയിൽ വെച്ചിട്ട് നമുക്ക് അൺലോഫുൾ ആയിട്ടുള്ള അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ വെച്ചിട്ട് ഗവൺമെന്റിന് ആരെ വേണോ തീവ്രവാദിയാക്കാം അല്ലെങ്കിൽ ആരെ വേണോ ടെററിസ്റ്റ് ആക്കി മാറ്റാം. അപ്പൊ ഇത് ഉവാപ്പയുടെ സ്ട്രോങ് പ്രൊവിഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഇത് നടന്നത്. സോ ദാറ്റ് വാസ് ദി ഇമ്പോർട്ടൻറ്റ് ഈ ആസ്പെക്റ്റിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇസ് NCPCR സജഷൻ ഓൺ മദ്രസാസ്. ഇത് ഭയങ്കര കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുകയാണ്, NCPCR എന്ന് കാണുമ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 1, ഇറ്റ് ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓപ്പറേറ്റിംഗ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ചിൽഡ്രൻ ആൻഡ് വിമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ താഴെ വർക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ആണോ NCPCR, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ഓർഗനൈസേഷനെ കുറിച്ചിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട കാര്യം, ഇതൊരു റിപ്പോർട്ട് വെച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിനെതിരെയാണ്, ആ റിപ്പോർട്ടിന്റെ പേരാണ് ഗാർഡിയൻസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഒപ്രസർ ഓഫ് റൈറ്റ്സ്. അപ്പൊ ഇത് എടുത്തു പറയുന്നത് ഇവിടുത്തെ എല്ലാ പാർട്ടീസും വന്നിരിക്കുകയാണ്. അതായത് മദ്രസാസിലെ ടീച്ചിങ്ങിന്റെ ക്വാളിറ്റി വളരെ മോശമാണെന്നാണ് പറയുന്നത്. അതായത് മദ്രസാസിൽ പഠിപ്പിക്കുന്നതിന്റെ ക്വാളിറ്റി has actually come down, where denying children the basic education. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അപ്പൊ അടുത്ത കോൺസെപ്റ്റ് ആണ്, എന്താണ് RTE? ഇതിന്റെ പ്രൊവിഷൻസ് എന്താണ്? ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. എന്താണ് RTE, റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? അപ്പൊ ഇതിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന കുറെ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് ഒന്നും മദ്രസാസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് പറയുന്നുണ്ട്, ചിൽഡ്രൻ സ്റ്റഡിയിങ് ഇൻ മദ്രസാസ് വർ ഡിപ്രൈവ്ഡ് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. സോ പറയുന്ന കാര്യം ഇതാണ്, മദ്രസാസിനും ഒരുപാട് എയ്ഡ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. ദ സ്റ്റേറ്റ്സ് ഡിമാൻഡഡ് ദാറ്റ് ദ സ്റ്റേറ്റ് സ്റ്റോപ്പ് ഓഫറിംഗ് എയ്ഡ് ടു. സോ സ്റ്റേറ്റ്സും ഒരുപാട് മദ്രസാസിന്, അതായത് റിലീജിയസ് എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ്. എഗെയിൻ കോൺസ്റ്റിറ്റ്യൂഷനലി വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ആർട്ടിക്കിൾ 29 and 30 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 29, 30 എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? വയലേറ്റ്സ് ആർട്ടിക്കിൾ 29 and 30 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇതെന്താണ്, ഈ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതും കൂടെ നമുക്ക് കൃത്യമായിട്ട് എന്തിന്റെ വയലേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ സ്റ്റേറ്റ് ഒക്കെ ഇനി മദ്രസാസിന് ഫണ്ട് കൊടുക്കരുത്, കാരണം ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെതിരെ കേരളത്തിലുള്ള മേജർ ആയിട്ടുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും, മുസ്ലിം ലീഗും കോൺഗ്രസ് എല്ലാം ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ ഇനി അടുത്തത് മേജർ ആയിട്ട് പറയുന്നത് എഡിറ്റോറിയലിലെ വാർത്തകളാണ്. നമ്മുടെ എഡിറ്റോറിയൽ അനാലിസിസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിന്റെ ഭാഗമാണത്. ഫസ്റ്റ് എഡിറ്റോറിയൽ ഇട്ടിട്ടുണ്ട്, അടുത്ത എഡിറ്റോറിയൽ ഇസ് ഓൺ ദ വേ. ഓക്കെ, പിന്നെ അടുത്ത ഇതിൽ എഡിറ്റോറിയൽ ഞാൻ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ജസ്റ്റ് ഒരു മേജർ ആയിട്ടുള്ളത്, കവച് ഇംപ്ലിമെന്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഈ കവച്? റെയിൽവേ, ഇപ്പൊ നമ്മുടെ ട്രെയിൻ കൊലിഷൻ വന്നപ്പോൾ, ഈ അടുത്ത റെയിൽവേയുടെ ട്രെയിൻ ബോഗിയും കൊലിഷൻ നടന്നപ്പോൾ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ സെക്യൂരിറ്റി ഫീച്ചർ എന്ന് പറയുന്നത് വളരെയധികം സീരിയസ്ലി ചർച്ച ചെയ്യുകയാണ്. സോ ആ കോണ്ടെക്സ്റ്റിൽ റെയിൽവേക്ക് സപ്പോർട്ട് തരുന്ന ഒരു
ഒരു സംഭവമാണ് ക്രിയേറ്റ് ചെയ്തത് കവച് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ കവച് എന്നറിഞ്ഞിരിക്കണം. പിന്നെ ഈ കവച് എന്ന് പറയുന്നത് തന്നെ ട്രെയിൻ പ്രൊട്ടക്ഷൻ, ഒരു റെയിൽവേ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ്. ആ സിസ്റ്റം കവച് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ഈ കവച് ക്രിയേറ്റ് ചെയ്തത്? ശരിക്കും കവച് ഇപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ടോ? കവച് വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം എന്ന് വെച്ചാൽ കവച് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇനി മൊത്തം സിസ്റ്റത്തിനെയും ട്രെയിനിനെയൊക്കെ കവചിൽ കൊണ്ടുവരണമെങ്കിൽ, ആ ഒരു സെക്യൂരിറ്റി ഫീച്ചറിൽ കൊണ്ടുവരണമെങ്കിൽ ഇനിയും 10 വർഷം വേണ്ടി വരുന്നതാണ് പറയുന്നത്. മൊത്തം ബഡ്ജറ്റ് എന്ന് പറയുന്നത് റെയിൽവേയുടെ 2% മൊത്തം ബഡ്ജറ്റ് പറയുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇതിന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇത്തരം അറ്റാക്കുകൾ ഉണ്ടാവാനുള്ള കാരണവും ഇതിൽ പറയുന്നുണ്ട്. ലോക്കോ പൈലറ്റിനൊന്നും വേണ്ടത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അവർക്ക് പ്രോപ്പറായിട്ട് താമസിക്കാനുള്ള സ്ഥലമില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിൻ ഓടിക്കേണ്ട ഷെഡ്യൂള്, നോൺ സ്റ്റോപ്പ് ആണ് ഓടിക്കുന്നത്, അവർക്ക് കറക്റ്റ് ഫുഡ്, അവർക്ക് ട്രെയിനിൽ തന്നെ പോകാൻ നല്ല ടോയ്ലറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അവരുടെ മൊത്തം ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതൊരു വലിയ റിപ്പോർട്ടായിട്ടാണ് ലോക്കോ പൈലറ്റ്സിന്റെ രീതിയിൽ ഇതിൽ പറയുന്നത്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇപ്പൊ നമ്മുടെ കവച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. പിന്നെ ഇതും അഗെയിൻ ബയോളജിയുടെ പ്രോട്ടീൻ നമ്മുടെ പ്രൈസ് കിട്ടി, കെമിസ്ട്രിയിൽ പ്രോട്ടീൻ പ്രൈസ് കിട്ടിയതാണ്. എക്കണോമിക്സിന്റെ പ്രൈസും കൂടെ ഇന്ന്, എക്കണോമിക്സിന്റെ നോബൽ പ്രൈസും കൂടെ അനൗൺസ് ചെയ്താൽ, ഞാൻ നാളെ പ്രൈസ് അനൗൺസ് ചെയ്താൽ, ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ നോബൽ പ്രൈസ് മൊത്തത്തിലുള്ള കോൺസെപ്റ്റ്സ് എല്ലാം കൂടെ വളരെ സിമ്പിളായിട്ട്, സാധാരണക്കാരൻ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നോബൽ പ്രൈസിന്റെ എല്ലാ കോൺസെപ്റ്റ്സും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു കോണ്ടന്റ് ഞാൻ നാളെ തന്നെ ഇറക്കാം. എക്കണോമിക്സിന്റെ പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ ഐ വിൽ മേക്ക് ദാറ്റ് ഇമീഡിയറ്റ്ലി. സോ അതാണ് ഇതിൽ മേജറായിട്ട് പറയുന്നത്. പിന്നെ അടുത്തത്, ഇതും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിട്ടൺ ബൈ NK നാരായൺ, ഫോമർ IB ഡയറക്ടറാണ്, IPS ഓഫീസറാണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിരുന്നു, ഫോമർ വെസ്റ്റ് ബംഗാൾ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ എല്ലാം ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്റേണൽ സെക്യൂരിറ്റി, അങ്ങനത്തെ സെക്യൂരിറ്റി ആസ്പെക്റ്റിലാണ് അദ്ദേഹം എഴുതുന്നത്. നല്ല ആർട്ടിക്കിൾസ് ആണ്. അപ്പൊ ഇതിനകത്തും എടുത്തു പറയേണ്ട കോൺസെപ്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ, ഈ ആർട്ടിക്കിൾ എടുത്തു പറയുന്നത് ക്വാഡിനെ കുറിച്ചിട്ടാണ്. ഒരു ഇന്റർനാഷണൽ റിലേഷൻസ് പെർസ്പെക്റ്റീവില് ഇപ്പൊ ക്വാഡ് എന്ന് പറയുന്ന രാജ്യം ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ക്വാഡിൽ വരുന്നത്? ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. സോ സെപ്റ്റംബറിൽ പ്രൈം മിനിസ്റ്റർ മോഡി യു എസ് വിസിറ്റ് ചെയ്തിരുന്നു, ക്വാഡിന്റെ മീറ്റിംഗിന് അമേരിക്ക വിസിറ്റ് ചെയ്തിരുന്നു. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതിൽ എടുത്തു പറയേണ്ടത്, ഇന്ത്യ എങ്ങനെയാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ക്വാഡിന്റെ ഫംഗ്ഷനിങ്, എങ്ങനെയാണ് ക്വാഡ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ചൈനയെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ചൈനയുടെ ഈ ക്വാഡും ചൈന ആംഗിളാണ് ഈ എഡിറ്റോറിയൽ കൂടുതലും പറയുന്നത്. ആൻഡ് ഓർത്തിരിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, വാട്ട് ഇസ് വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ? പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റീസെന്റ് വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ അപ്പിയർഡ് ഇൻ ദ ന്യൂസ് റിഗാർഡിംഗ് വാട്ട്? കൃത്യമായിട്ട് ചോദിക്കും. ക്വാഡ് ആൻഡ് എക്കണോമിക് റിഫോം, 3, അല്ലെങ്കിൽ WTO ഇറക്കിയ ഒരു റിഫോമിന്റെ പേരാണ്, അല്ലെങ്കിൽ US ഇറക്കിയ ഒരു ചൈൽഡ് ലേബർ അല്ലെങ്കിൽ ചൈൽഡ് ലേബറിനെതിരെ കൊണ്ടുവന്ന ഒരു നിയമമാണ് എന്നൊക്കെ ചോദിച്ചാൽ, വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ ഇതായിട്ട് ബന്ധപ്പെട്ടതാണ്, ക്വാഡായിട്ട് ബന്ധപ്പെട്ടതാണ്. അക്രോസ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു പുതിയ ഡെവലപ്മെന്റും പുതിയ കൊളാബറേഷനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പൊ വിൽമിംഗ്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ക്വാഡായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതാണ് ഈ എഡിറ്റോറിയൽ മെയിൻലി ചർച്ച ചെയ്യുന്ന മെയിൻ ആസ്പെക്ട്. ആൻഡ് അഗെയിൻ ഇതെന്ന് പറയുന്നത് അർബൻ പ്ലാനിങ്ങിനെ കുറിച്ചിട്ട് വരുന്ന ഒരു കാര്യമാണ്. കാരണം ചൂട്, പ്രത്യേകിച്ച് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആർട്ടിക്കിൾ വന്നപ്പോഴും, എന്താണ് ഈ അർബൻ ഹീറ്റ് ഐലൻഡ്? വെരി ഇമ്പോർട്ടൻറ്റ്. അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ്, ഇതാണ് ഇതിന്റെ ചോദ്യം. അപ്പൊ UHI എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും പ്രിലിംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്താണ് ഈ അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്റ്റ്? മേ ബി നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാർജർ പോയിന്റ്സ്, എഡിറ്റോറിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്ത് പോവാം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഇവിടെ അർബൻ ഹീറ്റ് വേവ് ഭയങ്കര പ്രശ്നമാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ബില്ലിൽ പോലും ഹീറ്റ് വേവ് ആഡ് ചെയ്തില്ലെന്ന് പരാതിയുണ്ട്. കാരണം എത്ര ആൾക്കാരാണ് ഡൽഹിയിലൊക്കെ 50 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ചൂടായി കഴിഞ്ഞ്. അപ്പൊ ഈ ചൂടിൽ എത്ര പേരാണ്, 200ഓളം ആൾക്കാരാണ് മരിച്ചു വീഴുന്നത്. ഇതിൽ കൂടുതലും സാധാരണക്കാരാണ്, കോമൺ പീപ്പിൾ ആണ്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, അതേപോലെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്. അപ്പൊ ഇവർക്കൊക്കെ ഈ ചൂടിനെ ബീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇല്ല. അപ്പൊ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അർബൻ പ്ലാനിങ്, പുവർ അർബൻ പ്ലാനിങ് ആണ്. കാരണം മേജർ ആയിട്ടുള്ള സിറ്റീസിലെല്ലാം നോക്കുമ്പോൾ ഗ്ലാസ് ബിൽഡിങ്ങുകൾ ഒരുപാട് ഹീറ്റ് ട്രാപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സാധാരണക്കാരെ വളരെ എഫക്ട് ചെയ്യും. പിന്നെ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരെ എഫക്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ AC മുറിയിൽ വലിയ ടെക്നോളജി കൊണ്ടായിട്ടാണ് അവരിയ്ക്കുന്നത്. സോ അതൊന്നും അവരെ എഫക്ട് ചെയ്യുന്നില്ലെന്നാണ് ഇത് പറയുന്നത്. സോ
യെസ്, പാവപ്പെട്ടവർ പിന്നെയും ഡിഫിക്കൽട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടത്ര സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഹീറ്റ് വേവിനെ കുറിച്ചിട്ടാണ് ചോദ്യം. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് എന്താണ് UHI എന്നും കൂടെ അറിഞ്ഞിരിക്കണം. അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് കണ്ടുപിടിക്കണം നമ്മൾ. അത് പ്രിലിംസിനൊക്കെ ചോദിക്കാവുന്നത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് എഡിറ്റോറിയൽ. ഇതിൽ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ അതാണ്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് RTI ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് RTI കുറിച്ചിട്ട് നല്ല വാർത്ത വരുന്നുണ്ട്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ. നമുക്ക് വിവരാവകാശം ഇല്ലേ, നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു വിവരം അത് നമ്മുടെ അവകാശമാണ്, അത് ചോദിച്ചു വാങ്ങിക്കാൻ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ RTI പഠിക്കുമ്പോൾ എടുത്തു മനസ്സിലാക്കേണ്ടത് വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് RTI. എല്ലാവർക്കും RTI കൊടുക്കാൻ പറ്റും. എനിക്ക് അംബാനിയുടെ ഓഫീസിൽ ഒരു സംശയമുണ്ട്. അംബാനി ലാസ്റ്റ് മുകേഷ് അംബാനിയുടെ ഓഫീസിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ കഴിഞ്ഞൊരു വർഷം എത്ര ആൾക്കാർക്ക് ശമ്പളം ഇത്ര % ഇൻക്രീസ് കൊടുത്തു എന്നൊക്കെ ചോദിച്ചാലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആർക്കെതിരെ RTI കൊടുക്കാൻ പറ്റും? ഈ RTIയുടെ സ്ട്രക്ചർ എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നത് RTIയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. അത് പലർക്കും അറിയുന്നില്ല. അപ്പോൾ RTIയുടെ സ്ട്രക്ചറിൽ എടുത്തു പറയേണ്ടത്, ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് RTIയുടെ സ്ട്രക്ചർ. ഹൂ ഇസ് എ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ? സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടോ? ആരാണ് ഒരു പബ്ലിക് ഓഫീസർ? ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഓഫീസിലും ഒരു PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? ഇവിടെ പറയുന്നത് പലപ്പോഴും CIC തന്നെ, ഇന്ത്യയിലെ CIC ഉണ്ടോ? ഇപ്പോൾ പല ഇൻഫർമേഷൻ ഓഫീസിലും സ്റ്റാഫ് ഇല്ല, അല്ലെങ്കിൽ അതിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നില്ല എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ കൊടുത്താലും നമ്മൾ പോയി അപ്ലൈ ചെയ്താലും അവർ സ്റ്റാഫിന് ഇല്ലാത്തതുകൊണ്ട് നമ്മളെടുത്ത് തന്നെ കണ്ടുപിടിക്കാൻ പറയുകയാണ്. അപ്പോൾ RTI മൊത്തത്തിൽ ഡിസ്കഷനിലുണ്ട്. അപ്പോൾ എന്താണ് RTIയുടെ ഫങ്ഷൻസ് എന്നുള്ളതും കൂടെ നമുക്ക് പഠിച്ചു വെച്ചാൽ ഇറ്റ് ഇസ് റിയലി ഗുഡ് ഫോർ ദി എക്സാമിനേഷൻ ഓൾസോ. ഓക്കെ, അതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള എഡിറ്റോറിയൽസ് പറയുന്നത്. ആൻഡ് പിന്നെയുള്ളത് മേജർ ആയിട്ടുള്ള നാഷണൽ വാർത്തകളാണ്. ലോ ആൻഡ് ഓർഡർ കംപ്ലീറ്റ്ലി ഈ രണ്ട് ആർട്ടിക്കിളും ലോ ആൻഡ് ഓർഡർ ആണ്. ബാബ സിദ്ദിഖിയുടെ മർഡറിനെ കുറിച്ചാണ്. ബോംബെയിലെ ലോ ആൻഡ് ഓർഡർ ഒന്നും ഇല്ല. അപ്പോൾ മിനിസ്റ്റർ ഇത് പൊളിറ്റിക്കലി പറയുന്നതാണ്. മരണത്തിന് ശേഷം, അസാസിനേഷന് ശേഷം മുഖ്യമന്ത്രി രാജിവെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആരാണ് കൊന്നത്? ഗാങ്സ്റ്റർ ലോറൻസ് ബിഷ്ണോയാണ് കൊന്നിരിക്കുന്നതെന്നൊക്കെയുള്ള കേസുകൾ വന്നിട്ടുണ്ട്. കണ്ടോ? അടുത്തതും പിന്നെ ഷാറുഖ് ഖാന്റെയും സൽമാൻ ഖാന്റെയും കൂടെ ബാബ സിദ്ദിഖി നിൽക്കുന്ന, അദ്ദേഹം സിനിമ സ്റ്റാർസിൻ്റെ കൂടെയും വളരെ അടുത്ത് ബന്ധമുള്ള ആളായിരുന്നു. പിന്നെയുള്ളത് NIA മാത്രമല്ല, പിന്നെ ദർ ഇസ് അനദർ തിങ്, പ്രസിഡന്റ്സ് റൂൾ റിവോക്ഡ് ഇൻ ജമ്മു കശ്മീർ. അപ്പോൾ എന്താണ് പ്രസിഡന്റ്സ് റൂൾ? അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് പോളിറ്റിയിൽ. അടുത്ത വർഷം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് റെഡി ആയിരിക്കണം. എന്താണ് പ്രസിഡന്റ്സ് റൂൾ എന്ന് പറയുന്നത്? വാട്ട് ഇസ് പ്രസിഡന്റ്സ് റൂൾ? കശ്മീർ പ്രസിഡന്റ്സ് റൂളിലായിരുന്നു. 370 കൊണ്ടതിന് ശേഷം അത് റൂളിലായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ നടന്ന് ഒരു ഗവൺമെന്റ് വന്നപ്പോഴാണ് പ്രസിഡന്റ്സ് റൂൾ റിവോക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് ജമ്മു കാശ്മീരിന് സ്റ്റേറ്റ്ഹുഡ് കിട്ടുമായിരിക്കും, മുഴുവൻ സ്റ്റേറ്റ് ആയിട്ട് മാറാൻ പറ്റുമായിരിക്കും. അതേപോലെ പാകിസ്ഥാൻ ഇന്ത്യ 2015 ശേഷം ഒരു ഫോറിൻ മിനിസ്ട്രി ലെവലിലുള്ള ചർച്ചകളില്ല. സുഷമ സ്വരാജാണ് ലാസ്റ്റ് 15 പോയത്. പക്ഷെ പാകിസ്ഥാനിലെ ഇഷാഖ് ദാറും പറയുന്നുണ്ട്, ജയശങ്കർ SCOയുടെ മീറ്റിംഗ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ മീറ്റിംഗ് പാകിസ്ഥാനിൽ വെച്ച് നടക്കുന്നുണ്ട്. അവിടെ എന്തായാലും പോയേ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ആദ്യമേ പോകുമ്പോഴേ ജയശങ്കർ പറഞ്ഞു നമ്മൾ പാകിസ്ഥാനായിട്ട് ഒരു മീറ്റിങ്ങിനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ ഇതിനെ ഡീൽ ചെയ്യുന്നത് പറഞ്ഞാൽ, പാകിസ്ഥാൻ പറയുന്നു ഞങ്ങൾ ജയശങ്കറിനെ വളരെ സ്നേഹമായിട്ട് ഞങ്ങളുടെ ഗസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ, ചർച്ച നടത്തൂല്ലേ എന്നൊക്കെ കണ്ടറിയണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയേണ്ടത് ഇന്ത്യ പാകിസ്ഥാന്റെ റിലേഷനെ കുറിച്ച് മാത്രമല്ല, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ വരാൻ പോകുന്നത്, ആരാണെന്നുള്ളതും കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ് വിൽ ബി ഈസി ഫോർ ദാറ്റ്. സോ ഇതാണ് ഇതിൽ വന്ന മേജർ ആയിട്ടുള്ള വാർത്തകൾ. പിന്നെ പ്രൊഫസറിന്റെ ബോഡി മെഡിക്കൽ റിസർച്ചിന് വിട്ടുകൊടുക്കുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരുപാട് ആൾക്കാർ JNUവിലൊക്കെ ഹോമേജ് കൊടുക്കുന്നത് അഗെയിൻ പ്രൊഫസറിന്റെ വാർത്ത തന്നെയാണ്. സോ അഗെയിൻ സാംസങ്ങിന്റെ ഇത് നമ്മൾ ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. സാംസങ്ങിന്റെ വർക്കേഴ്സും തമിഴ്നാടും ഇവിടെ ഓൾറെഡി ഒരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് റൈറ്റ്സിന് വേണ്ടി. അപ്പോൾ എന്താണ് അപ്പോൾ ഇത് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല, ഇത് ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ യൂണിയൻ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആൻഡ് പിന്നെ ഇതിനകത്ത് മേജർ ആയിട്ടുള്ളത് 2 Agniveer recruits. ഇതും in the wake of death of 2 Agniveer recruits, the artillery school in Rahul Gandhi demanded answers from the Prime Minister on why the life of one soldier is more valuable than the other. സോ ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ച് നാൾ മുന്നേ നമ്മൾ അഗ്നിവീർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ സോൾജേഴ്സിനെ റിക്രൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിവീർ ഓർമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇസ് എ ചാൻസ് ടു നോ വാട്ട് ഈസ് അഗ്നിവീർ, എന്താണ് ഈ അഗ്നിവീർ, ആരാണ് അഗ്നിവീർ, എങ്ങനെയാണ് അതിലെടുക്കുന്നത്, എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം.
സോ നോ ഫ്രം ദാറ്റ് പെർസ്പെക്റ്റീവ്. അതാണ് ഇതിനകത്ത് മേജറായിട്ട് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ആൻഡ് പിന്നെ ഇത് നോക്കുമ്പോൾ അടുത്ത നാഷണൽ ന്യൂസ് നോക്കുമ്പോൾ PM ഗതി ശക്തി അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡി ലോഡ്സ് PM ഗതി ശക്തി ഫോർ ഡ്രൈവിംഗ് ഫാസ്റ്റർ ഡെവലപ്മെന്റ്. സോ എന്താണ് PM ഗതി ശക്തി? PM ഗതി ശക്തി ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. എല്ലാ മിനിസ്ട്രീസിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഡെവലപ്മെന്റ് ചെയ്യുന്ന, ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ ഒരുമിച്ച് ഡെവലപ്മെന്റ് ചെയ്യുന്ന. സോ ഗതിശക്തി ഇനി എപ്പോഴും ന്യൂസിൽ വരികയാണ്. അപ്പോൾ എന്താണ് ഗതിശക്തി എന്നുള്ള അതിന്റെ പ്രൊവിഷൻസ് എന്താണെന്നും കൂടെ നമുക്ക് നല്ലോണം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അഗൈൻ ഡോക്ടേഴ്സ് കണ്ടിന്യൂ ചെയ്യാണ്, ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നുണ്ട് ഡോക്ടേഴ്സിന്റെ എന്താ പറയുക റൈറ്റ്സ് സ്ട്രൈക്ക് പിൻവലിക്കണം. കാരണം അവിടെ ഇമേഷൻ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ഒരുപാട്. അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യരുത്, പക്ഷെ അവരിപ്പോഴും അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് ഓൾറെഡി ഇപ്പോൾ നമ്മൾ എന്നും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതുവരെ റേപ്പ് കേസിനെതിരെയുള്ള ആൾക്കാർക്കെതിരെ ഒന്നും നീതി ലഭിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ട്രെയിൻ ആക്സിഡന്റ്, ഇതിൽ NIA ഉൾപ്പെടെ എല്ലാവരും ഈ ഇൻവെസ്റ്റിഗേഷൻ കണ്ടുപിടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ട്രെയിൻ ഇങ്ങനെ കൊളിഷൻ സംഭവിച്ചത്, ഇനി അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷന്റെ ഡീറ്റെയിൽസും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ഇപ്രാവശ്യത്തെ സിവിൽ സർവീസിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യനും കൂടാണ്. ഇത് എന്താണ് ദിസ് കോൺസെപ്റ്റ്? ഒറോറ വാസ് ഒബ്സർവ്ഡ് ഓവർ ദ ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവ്. സോ എന്താണ് ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവ് ഇൻ ലഡാക്ക്? അതും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. അപ്പൊ എന്താണ് ഒറോറ? നമ്മൾ പറയുന്ന പോലെ അല്ലെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ്, സതേൺ ലൈറ്റ്സ്, ഒറോറ ഓസ്ട്രാലിസ് ആൻഡ് ഒറോറ ബൊറിയാലിസ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഈ ഒറോറ ഉണ്ടാവുന്നത് എന്ന് എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റിൽ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്രാവശ്യം മെയിൻസിനും ചോദിച്ചതാണ് എന്താണ് ഒറോറ ബൊറിയാലിസ്, എന്താണ് ഒറോറ ഓസ്ട്രേലിയസ്. ഒന്ന് നോർത്തേൺ ലൈറ്റ്സ്, ഒന്ന് സതേൺ ലൈറ്റ്സ്. നമുക്കറിയാം നോർത്ത് എന്ന് പറയുമ്പോൾ ഒറോറ ബൊറിയാലിസ്, സൗത്ത് എന്ന് പറയുമ്പോൾ ഓസ്ട്രേലിയ ഈ സൗത്തിലുള്ളതുകൊണ്ട് ഓസ്ട്രാലിസ് എന്ന വാക്കുണ്ട്. അപ്പൊ ഇത് രണ്ടും നോർത്തേൺ ലൈറ്റ്, സതേൺ ലൈറ്റ് ആണ്. എർത്തിന് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന സോളാർ വിൻസ് കൊണ്ട് വരുന്ന ഒരു റിയാക്ഷൻ കൊണ്ടാണ് ഈ കളർ ഉണ്ടാവുന്നത്. സോ ഇതിനെ കുറിച്ചിട്ട് അപ്പൊ ഇത് എന്താണ് ഈ ഒറോറ? അല്ലെങ്കിൽ ഇവിടെ ഈ ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവ് എവിടെയാണ്? ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവ് മാച്ച് ദ ഫോളോയിങ്ങിൽ റിസർവ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻലെ ഡാർക്ക് സ്കൈ റിസർവ് ഇസ് ഇൻ ലഡാക്ക്. അത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇതിനകത്ത് കൊണ്ടുവരേണ്ടത് എന്താണ് ഒരു സോളാർ വിൻഡ്, സോളാർ സ്റ്റോം എന്നൊക്കെ കേൾക്കുന്ന പോലെ എന്താണ് സോളാർ വിൻഡ്? ഇതിന് പറയുന്നുണ്ട് സോളാർ വിൻഡ്സ് സ്റ്റോംസ് അല്ലെങ്കിൽ സോളാർ സ്റ്റോം occurs as the sun's internal dynamo which creates its magnetic field intensifies and weakens. ഇതാണ് ടിപ്പിക്കലി ലാസ്റ്റ് അറൌണ്ട് 11 years, 11 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതാണ് പറയുന്നത് സോളാർ സ്റ്റോം. സണ്ണിന്റെ ഇന്റേണൽ ഡൈനാമോ, മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇതെന്താണ് ഈ കോൺസെപ്റ്റ്? ആൻഡ് അതേപോലെ തന്നെ വാട്ട് ഇസ് CME? ഒറോറ വളരെ കോമൺ ആണെന്ന് പറയുന്നത് ആർട്ടിക് സർക്കിളിന്റെ അവിടെ ഏറ്റവും മുകളിൽ നോക്കിയാൽ മതി. ആർട്ടിക് അന്റാർട്ടിക്കിൽ നോക്കുമ്പോൾ ഇത് മുകളിലേക്ക് നോക്കുമ്പോഴാണ് കൂടുതൽ കാനഡ, അലാസ്ക ആ ഭാഗത്താണ്, മറ്റേത് താഴേക്കാണ് വരുന്നത്. അപ്പോൾ എന്താണ് CME? വാട്ട് ഇസ് കൊറോണൽ മാസ് എജെക്ഷൻസ്? എന്താണ് ഈ CE? കൊറോണൽ മാസ് എജെക്ഷൻ CME എന്നുള്ളത് ഇവിടെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണം എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതറിഞ്ഞിരിക്കണം. ആൻഡ് അടുത്തത് ഇന്നലെയും ഇദ്ദേഹത്തിനെ കുറിച്ച് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഫേമസ് അർബൻ പ്ലാനർ ചാൾസ് കൊറിയ, അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് മുംബൈയിൽ തന്നെ നാവി മുംബൈയുടെ റീഡെവലപ്മെന്റ് ഒക്കെ ചാൾസ് കൊറിയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ ലോറി ബേക്കർ ചെയ്ത പോലെ തന്നെ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ സ്മോൾ ബിൽഡിങ്സ് ഒക്കെ എത്ര കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടൊക്കെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നതാണ് ചാൾസ് കൊറിയ. അദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നാവി മുംബൈ, he said place is still looking for നാവി മുംബൈനെ ഒക്കെ ഒരുപാട് റീവാമ്പ് ചെയ്ത ചാൾസ് കൊറിയ ആർക്കിടെക്ട് ആണ്. അദ്ദേഹത്തിനെ കുറിച്ചിട്ടാണ് ഈ ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇതിനകത്ത് മേജർ ആയിട്ട് വന്ന ആർട്ടിക്കിൾസ്. ബിസിനസ്സിൽ ഇന്ന് ഇങ്ങനത്തെ ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്, മേജർ വാർത്ത ഉണ്ടാവില്ല. ഇങ്ങനെ എന്തെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു ബിസിനസ് ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ കൊടുക്കുന്ന ന്യൂസ് ആണ്. സ്ട്രേറ്റ് ഇന്റർനാഷണൽ പേജ്. സുഡാൻ ക്രൈസിസ് ഇപ്പോഴും ന്യൂസിലുള്ളതാണ്. ഈ സമയം കൊണ്ട് സുഡാൻ ക്രൈസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ ചെയ്ത ഇന്നത്തെ എഡിറ്റോറിയൽ അനാലിസിസിൽ സുഡാൻ ക്രൈസിസ് കിടപ്പുണ്ട്. എന്താണ് സുഡാൻ ക്രൈസിസ് ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എവിടെയാണ് സുഡാൻ, എന്താണ് സുഡാൻ എന്നുള്ളതും കൂടെ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അതിന്റെ ബോർഡേഴ്സ് ഏതൊക്കെയാണ്, ഒരു UPSC പെർസ്പെക്റ്റീവ് നമ്മൾ സുഡാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഇവിടെയും അടുത്തൊരു രാജ്യത്തിന്റെ ഇമ്പോർട്ടന്റ് ന്യൂസ് വരാണ്. നിങ്ങൾക്ക് അറിയില്ല ബെലാറസ് ലീഡർ എന്ന് പറയുമ്പോൾ യു ഷുഡ് നോ വേർ ഇസ് ബെലാറസ്, പ്ലീസ് ട്രൈ ടു ലൊക്കേറ്റ് ഇറ്റ്. എവിടെയാണ് ബെലാറസ് എന്നുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം.
വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദാറ്റ്. എവിടെയാണ് ബെലാറസ് എന്നുള്ളതും കൂടെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനും കൂടെ പറ്റണം അവിടെ. പിന്നെ നോർത്ത് കൊറിയൻ ലീഡറിന്റെ സിസ്റ്റർ സൗത്ത് കൊറിയൻ ഡ്രോൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇൻ എ ഫസ്റ്റ് സ്പേസ് എക്സ്, ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് catches its mega rocket booster after test flight. It successfully caught the first stage booster of its Starship mega rocket and would first in the company's quest for rapid reusability. സോ എന്താണ് ഈ റാപ്പിഡ് റീയൂസബിലിറ്റി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്താണ് ഈ റാപ്പിഡ് റീയൂസബിലിറ്റി റോക്കറ്റിന്റെ? അതായത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും ലോഞ്ച് ചെയ്യാനും പോകാനും ഒക്കെ വരുന്ന രീതിയിലുള്ള റാപ്പിഡ് പെട്ടെന്നായിരിക്കണം, റീയൂസബിലിറ്റി ആയിരിക്കണം. ഒരു എയറോപ്ലെയിൻ പോലെ തന്നെ എല്ലാം പെട്ടെന്നല്ലേ, അതേപോലെ ഇങ്ങനെ ഒരുപാട് കാലതാമസം ടൈം എന്നുള്ളത് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റണം. അതാണ് റീയൂസബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഓർത്ത് വയ്ക്കുക റാപ്പിഡ് റീയൂസബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. സോ സ്പേസ് എക്സ്, നാസ അല്ല, എലോൺ മസ്കിന്റെ സ്പേസ് കമ്പനിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചിട്ടാണ് ഇതിനകത്ത് വാർത്ത വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് എടുത്തു പറയേണ്ട അടുത്തത് US ഇസ്രായേൽ സപ്പോർട്ട് വന്നിരിക്കുകയാണ്. US-ന് മിസൈൽ ഡിഫൻസ് സിസ്റ്റം കൊടുക്കുക. ഇസ്രായേലിന് ഓൾറെഡി ഇസ്രായേലിന്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ അമേരിക്ക കൊടുക്കാൻ പോകുന്നത്, അമേരിക്ക ഈസ് ഗോയിങ് ടു ഗിവ് ദ THAAD. വാട്ട് യു മീൻ ബൈ THAAD? THAAD ബാറ്ററി, പുതിയ ആന്റി ബാലിസ്റ്റിക് മിസൈൽ സിസ്റ്റം ആണ്. അതിന് പറയുന്ന പേര് ഇതാണ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ബാറ്ററി. ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് ആണ് THAAD എന്ന് പറയുന്നത്. സോ വളരെ കൃത്യമായിട്ട് ബാലിസ്റ്റിക് മിസൈൽ, ആന്റി ബാലിസ്റ്റിക് മിസൈലും കൂടെ ആണ് THAAD എന്ന് പറയുന്നത്. സോ അത് THAADും കൂടെ ഉണ്ട് ഇസ്രായേലിന്റെ കയ്യിൽ. അപ്പോൾ ഇസ്രായേലിന് അത്രയും സപ്പോർട്ടാണ് US കൊടുക്കുന്നത്. സോ ഇസ്രായേൽ ഇസ് വൈഡ്ലി ബിലീവ് ടു ബി പ്രിപ്പയറിംഗ് എ മിലിറ്ററി റെസ്പോൺസ് ടു ഇറാൻ. THAADും കൂടെ കിട്ടിയിട്ടുണ്ട് ഇറാനൊക്കെ. സോ ഇതിനകത്ത് പടം കൊടുത്തിട്ടുണ്ടല്ലോ, ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഇന്റർസെപ്റ്റർ ബീങ് ലോഞ്ച് ഡ്യൂറിംഗ് എ സക്സസ്ഫുൾ ഇന്റർസെപ്റ്റർ ടെസ്റ്റ്. ഈ പടം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് THAAD എന്നുള്ളത്. ഇങ്ങനത്തെ മെഷീൻസ് കണ്ടിട്ടുണ്ടാവില്ലേ, ട്രക്കിന് ഇങ്ങനെ ലോഡ് ചെയ്ത് പോകുന്നത്, ആന്റി ബാലിസ്റ്റിക് ഇതാണ്. സോ ഫൈനലി ഗോട്ട് ഹാവ് എൻ ഐഡിയ ഓൺ ദാറ്റ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട വാർത്ത, ഹിന്ദുസ് ഇൻ ബാംഗ്ലാദേശ് ഡിഫൈ ഓഡ്സ് ടു സെലിബ്രേറ്റ്. ദുർഗാപൂജ നടത്തുന്നതിൻ്റെ ഇതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ ഓൾറെഡി കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഏതൊക്കെയോ പൂജ നടക്കുന്ന പന്തൽ ഓൾറെഡി ഒരു ID ഒക്കെ ബ്ലാസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലാദേശിൽ ഇവിടെ ഇത് ബാംഗ്ലാദേശ് ഹിന്ദുസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ ഹിന്ദുസ് ആർ എ മൈനോറിറ്റി. ബാംഗ്ലാദേശിൽ ഒരു മൈനോറിറ്റിയാണ്. ഇന്ത്യ അത് വളരെ പ്രൈമായിട്ടാണ് അത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത്, ഇന്റർനാഷണൽ റിലേഷൻസിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ്, ചൈന വിയറ്റ്നാമും തമ്മിലുള്ള റിലേഷൻ. ചൈനയും വിയറ്റ്നാമും തമ്മിൽ എന്ത് റിലേഷനാണ്? ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യലി റിഗാർഡിംഗ് ദ സൗത്ത് ചൈന സീ. ഒരു മാപ്പൊക്കെ എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എവിടെയാണ് സൗത്ത് ചൈന സീ ഇരിക്കുന്നത്, എന്തായിരിക്കും വിയറ്റ്നാമും ചൈനയും തമ്മിലുള്ള പ്രോബ്ലം. സോ ഇതൊക്കെയാണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള വാർത്ത. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ആൻഡ് യെസ്, ബാക്കി അത്ര തന്നെ ഉള്ളൂ. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദി നെക്സ്റ്റ് ക്ലാസ്. ആൻഡ് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയും കീപ് വാച്ചിങ്. ആൻഡ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ലൈവ് ഈ വീക്കിലുണ്ട്, അതും കാണാൻ മറക്കണ്ട ക്ലാസ്സിൽ. സോ ഓക്കെ, താങ്ക് യു. കീപ് വാച്ചിങ് IAS ഫാക്ടർ ആൻഡ് ലെറ്റ് മീ നോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, ഞാനിപ്പോൾ ഒരുപാട് നമ്മളിനി അടുത്ത എക്സ്പ്ലെയിൻ വാല സീരീസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ നോക്കി കാണാൻ പറ്റും. മലയാളത്തിലാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് എക്സ്പ്ലെയിനർ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ആ എക്സ്പ്ലെയിനർ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഐ വിൽ ഡു ദാറ്റ് ഫോർ ഷുവർ. ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് അയച്ചു തരാം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യാം. Okay, thank you so much. Take care.